നമ്മളിപ്പോൾ യുദ്ധം മാറാൻ പ്രാർത്ഥിക്കുന്നു, ബോംബ് പൊട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു, ലോകത്തിലെ പ്രശ്നങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രശ്നത്തിലെല്ലാം പരിഹാരമായിട്ടാണ് പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനായ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. അവിടുന്ന് അവനിൽ മാത്രം രക്ഷ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ വേറൊരുവൻ്റെ നാമത്തിലും രക്ഷയില്ല എന്ന് അപ്പസ്തോലന്മാരെ വിളിച്ച് പ്രഘോഷിച്ചു. നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പസ്തോല പ്രവർത്തനം 4:12. അത് ഈ പ്രഘോഷണം ഇന്ന് ഇല്ല, അതാണ് സത്യം. അതെ, കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ ധ്യാനമൊക്കെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒരു വലിയ പ്രഘോഷണത്തിലേക്ക് ലോകം കടന്നിട്ടില്ല, ക്രിസ്ത്യാനികൾ കടന്നിട്ടില്ല. അത് കടന്നെങ്കിൽ മാത്രമേ ഈ ലോകം രക്ഷിക്കപ്പെടൂ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞത് നരകത്തിൽ പോകാതിരിക്കുന്നോ മാത്രമല്ല. പലരും അങ്ങനെ ഓർത്തിരിക്കുന്നത്. രക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു കയത്തിലേക്ക് ചാടുന്ന ഒരു കുട്ടിയെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? ആത്മരക്ഷയല്ല, പിന്നെയോ ശരീരത്തിൻ്റെ രക്ഷ. അപ്പം ശരീരത്തിൻ്റെയും ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെയും രക്ഷ, സുസ്ഥിരത മുഴുവൻ കർത്താവിൻ്റെ നാമത്തിലാണേ. ഹല്ലേലൂയ. ഇത് ബോധ്യമുള്ളവരായിട്ട് അതെ നമ്മൾ പ്രഘോഷിക്കണം. ഇനിയും മക്കളെ, ഈ ക്രിസ്മസിനെ പറ്റി ധ്യാനിക്കുമ്പോൾ ആഗമനകാലം എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്ന കാലം. ഹല്ലേലൂയ. കർത്താവ് മന്നമായി അത് ഈ ലോകത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. ആഗമനം ആണ്. ആഡ്വന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ നോയമ്പുകാലം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമാണ്. ഹല്ലേലൂയ. അതെ, അവിടെ ഇവിടെ നോയമ്പാണ്. അതെ, ഒരു നേരമൊക്കെ നിന്ന് കള്ളുകൂടിയെല്ലാം നിർത്തി, ബീഡികളെല്ലാം നിർത്തി, അതെ, തലയെല്ലാം പടലിലോ ഇങ്ങനെ അയ്യോ പാവേന്നും പറഞ്ഞ് നടക്കുക. എന്നിട്ട് എനിക്ക് നോയമ്പാണ് 25 ദിവസം എന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം, എന്താണ് ഈ ആഗമനത്തിൻ്റെ അർത്ഥം. ഇവിടെയാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ക്രിസ്തീയത മറ്റു മരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാൻ ഒരിക്കലും ക്രിസ്തു മതമൊന്നും പറയില്ല. മരത്തിൻ്റെ പ്രക്രിയകൾ എല്ലായിടത്തും ഉണ്ട്. കൊട്ടയും കുരവയും അത് ചെണ്ടയും മേളവും കഴുന്നും അത് തുലാഭാരവും എല്ലാം അത് മരത്തിൻ്റെയാണ്. എനിക്കത് ഇഷ്ടവുമില്ല, നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുകയില്ല. നമ്മൾ ഒരു മതമല്ല, നമ്മൾ ഒരു വഴിയിലാണ്, യേശുവാകുന്ന വഴിയിൽ. ഹല്ലേലൂയ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:6 നിങ്ങൾക്കെല്ലാം ഹൃദയസ്ഥമായിട്ടറിയാം. അപ്പോൾ ആ വഴിയിൽ ജീവിക്കുന്നവർ, അതുകൊണ്ടാണ് ആദ്യകാലത്ത് ക്രിസ്ത്യാനികളെ കേരളത്തിൽ വിളിച്ചത് മാർഗവാസികൾ എന്നായിരുന്നു. യേശുവിൻ്റെ മാർഗത്തിൽ. അത് അപ്പസ്തോല പ്രവർത്തനത്തിലുമുണ്ട്. അതായത് പൗലോസ് അപ്പസ്തോലൻ ചാവൂളായിരുന്ന കാലത്ത് വഴിയിലായിരുന്നവരെ, മാർഗത്തിലായിരുന്നവരെ, യേശുവിൻ്റെ മാർഗത്തിലായിരുന്നവരെ പീഡിപ്പിച്ചത്. ഹല്ലേലൂയ. നമ്മൾ വഴി വന്നിട്ടില്ല, അതാ കുഴപ്പം. നമ്മൾ വഴി വക്കിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ വഴിയാകുന്ന യേശുവിലേക്കുള്ള ഒരു വരവ് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായേ മതിയാവും. പ്രിയപ്പെട്ട, ഇവിടെയാണ് അത് ഈ ക്രിസ്തുവിൻ്റെ മാർഗം, ക്രിസ്തുവിൻ്റെ വഴി. ഒറ്റ വാക്കിൽ ക്രിസ്തീയത, ക്രിസ്ത്യാനിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് മറ്റ് മതങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തം ആണ്. എന്താണ് മതങ്ങളിൽ കാണുന്നത്? പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, നേർച്ച കാഴ്ചകൾ, ബലികൾ അർപ്പിച്ച് കർത്താവിനെ, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മസില് പിടുത്തം യജ്ഞമാണ് മതങ്ങൾ ചെയ്യുന്നത്. എന്നാൽ എന്താണ് ക്രിസ്തീയത എന്ന് പറയുന്നത്? അതെ, മസില് പിടിച്ച് മനുഷ്യൻ അത് ദൈവത്തെ തേടി കണ്ടുമുട്ടുന്നതല്ല, പിന്നെയോ ദൈവം തൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഇങ്ങോട്ട് വരുന്നതാണ്. ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്ന ഒരു രീതിയാണ്, ഭാവമാണ് അതെ ക്രിസ്തീയത എന്ന് പറയുന്നത്. അതെ, ഞാൻ ഉപയോഗിച്ചോട്ടെ ആ വാക്ക്. ക്രിസ്തു മതത്തിൽ അതെ നമ്മൾ മസില് പിടിച്ച് കർത്താവിലേക്ക് പോകാൻ നോക്കുകയല്ല, പിന്നെയോ യേശു മസില് പിടിച്ച് അവസാനത്തെ തുള്ളി ചോര പോലും ചിന്തി നമ്മളെ തേടി കണ്ടുമുട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചരിത്രത്തിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ദൈവസാന്നിധ്യം അനുഭവിച്ചു ആദവും ഹവ്വായും. അതാണ് പറുദീസ എന്ന് പറഞ്ഞ ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് ഒരിക്കൽ നടക്കാനായിട്ട് വൈകുന്നേരം സന്ധ്യ നടക്കാനായിട്ട് ഈശോ വന്നപ്പോൾ, കർത്താവ് വന്നപ്പോഴാണ് ആദ്യത്തെ കണ്ടില്ല, ഹവ്വായും കണ്ടത്. രണ്ടുപേരും ഒളിച്ചിരിക്കുകയായിരുന്നു. ആ ഒളിച്ചിരിക്കാൻ കാരണം എന്ത്? പാപം, നിയമം ലംഘിച്ചതിൻ്റെ ഫലമായിട്ട് ആ സൗഹൃദം വെടിഞ്ഞു പോയി, നഷ്ടപ്പെട്ടു പോയി, ആ കൂട്ടായ്മ ഇല്ലാതെ പോയി ദൈവവുമായിട്ട്. ഇനി നമുക്ക് കാണാൻ സാധിക്കും, അന്നു മുതൽ മനുഷ്യൻ അന്വേഷിക്കുക ദൈവത്തെ. പഴയ നിയമം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും അത് മനുഷ്യനെ, ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെ. എന്നാൽ അതേസമയം ദീർഘദർശികളിലൂടെ, പ്രവാചകന്മാരിലൂടെ വീണ്ടും വീണ്ടും പറഞ്ഞു, രക്ഷകൻ വരും, രക്ഷകൻ വരും, നിങ്ങളെ കണ്ടുമുട്ടും, നിങ്ങളെ രക്ഷിക്കുമെന്ന്. ആദ്യം തന്നെ പറഞ്ഞു. ഹവ്വ ചേച്ചിയും ആദം ചേട്ടനും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ വാഗ്ദാനം കൊടുത്തു. നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം അധ്യായം 3 വചനം 15. ഒരു രക്ഷകൻ കന്യകയിൽ നിന്ന് പിറക്കും, അവൻ ഈ കനി ഭക്ഷിക്കുവാൻ പ്രേരിപ്പിച്ച പിശാചിൻ്റെ തല തകർക്കും. ഹല്ലേലൂയ.
അതാണ് ആദ്യത്തെ പ്രവചനമെന്ന് നമുക്കറിയാം. അതിനുശേഷം വിവിധ പ്രവാചകന്മാരിലൂടെ കർത്താവ് വരും, ഒരുങ്ങൂ എന്ന് പറഞ്ഞു. പക്ഷെ മനുഷ്യൻ അത് മസിൽ പിടിച്ച് അന്വേഷിക്കുകയാണ് കർത്താവിനെ. നരബലി വരെ ഉണ്ടായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. അതുപോലെ തന്നെ ആടിനെയും കുഞ്ഞാടിനെയും ഒക്കെ ബലി കഴിക്കുക, അല്ലെങ്കിൽ ഒത്തിരി നേർച്ചകൾ കാഴ്ചവെക്കുക. ഇത് കണ്ട ദൈവം, അതെ പിതാവാ ദൈവം കാണുകയാണ് ഈ മനുഷ്യൻ്റെ അന്വേഷണം. അപ്പോൾ മനസ്സിലായി, ഇവന്മാരെത്ര മസിൽ പിടിച്ച് അന്വേഷിച്ചാലും എന്നെ കണ്ടെത്തില്ല. ഹല്ലേലൂയ. അതെ, എന്നെ കണ്ടെത്തണമെങ്കിൽ അവർക്ക് ഒരു രൂപം കാണണം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരൂപം കാണണം. ആ പഞ്ചേന്ദ്രിയം ഉള്ളവരാണ്, കണ്ണും മൂക്കും നാക്കും ത്വക്കും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ അവർക്ക് അത് എന്നെ കണ്ടുമുട്ടാൻ കഴിയൂ. കാരണം ഞാൻ അരൂപിയാണ്. ഹല്ലേലൂയ. അരൂപിയായി എന്നെ കണ്ടെത്തി എന്നോടുകൂടി സഹവസിക്കുവാൻ അവരെത്ര പരിശ്രമിച്ചാലും ഈ ലോകത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം സാധ്യമല്ല എന്ന് പിതാവാ ദൈവം കണ്ടു. ആ നിമിഷമാണ് അത് പിതാവ് നിശ്ചയിക്കുന്നത്. എന്ത്? തൻ്റെ ഏകജാതനെ, യേശു പിതാവിനോടുകൂടി നിത്യമായിരിക്കുന്ന വചനത്തെ മാംസമാക്കി, എന്ന് പറഞ്ഞാൽ മനുഷ്യനാക്കി നമ്മുടെ ഇടയിലേക്ക് അയക്കുവാൻ. ഹല്ലേലൂയ. അതെ, യേശു മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവനെ നമ്മൾ കണ്ടെത്തില്ലായിരുന്നു. ഇന്നും പലയിടത്തും ആളുകൾ അന്വേഷിക്കാൻ അരൂപിയിൽ ദൈവത്തെ കണ്ടെത്താൻ പറ്റുന്നില്ല. എന്നാൽ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് പിറന്ന ദൈവത്തെ മനുഷ്യനായി കാണുന്നു. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. ഹല്ലേലൂയ. ഇനിയും വളരെ മനോഹരമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ ദൈവികത്വം മുഴുവനും മറച്ചു വെച്ചുകൊണ്ട് ഒരടിമയെപ്പോലെ ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ അവൻ പിറന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വചനം അതാണ് പറയുന്നത്. അതായത് തൻ്റെ സർവ്വമഹത്വങ്ങളും വേണ്ട എന്ന് വെച്ചുകൊണ്ട്, ദൈവത്തോട് സമാനത നിലനിർത്തേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മനുഷ്യനായി പിറന്നു. വെറും മനുഷ്യനായിട്ടില്ല, ഒരടിമയെപ്പോലെ എന്ന. അടിമയുടെ പണിയായിരുന്നു കാല് കഴുകുന്നത്. അതുകൊണ്ടാണ് അടിമയെപ്പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. നമ്മുടെ അടിമത്തം എന്താണ്? പാപത്തിൻ്റെ അടിമത്തം. യോഹന്നാൻ 8:34. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ. ഹല്ലേലൂയ. അപ്പോൾ ഈ അടിമകളെ രക്ഷിക്കുവാൻ സ്വയം ഒരടിമയാകുന്നു, ഒരു മനുഷ്യനായി പിറക്കുന്നു അമ്മ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ. ഈ വലിയ സംഭവമാണ് നമ്മൾ ക്രിസ്മസിന് ആഘോഷിക്കുന്നത് എന്ന് ഓർക്കണം. അതായത് തമ്പുരാൻ്റെ മനുഷ്യനിലേക്കുള്ള വരവ്, അതാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അവസാനമായിട്ട് യോഹന്നാൻ മാപ്മാനായിൽ കൂടിയാണ് പ്രവചനം കൊടുത്തത് അവൻ്റെ വരവിനെപ്പറ്റി. മാത്രമല്ല ഒരുങ്ങാനായിട്ട് അവനെ അയച്ചത്, ഒരുങ്ങുന്ന അവനെ സ്വീകരിക്കുവാൻ. നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ഞാൻ പറയുന്നത്, പുതുതായിട്ടൊന്നും എനിക്ക് പറയാനില്ല. നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ വചനം മാംസമായി വസിച്ചു, എന്നാൽ സ്വന്തക്കാർ അവനെ സ്വീകരിച്ചില്ല. ഹല്ലേലൂയ. സ്വന്തം ആളുകളുടെ ഇടയിലേക്ക് അവൻ വന്നുവെങ്കിലും സ്വകീയർ അവനെ സ്വീകരിച്ചില്ല. ഹല്ലേലൂയ. ഇത് ചിന്തിക്കണം. ഇനിയും ഇത് വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും വചനത്തെ ധ്യാനിക്കുമ്പോൾ ഓർക്കണം, ഇത് പഴയ കാര്യത്തിൻ്റെ കാര്യം പറയുന്ന ചരിത്രമല്ല ദൈവവചനം. ദൈവവചനം ജീവിക്കുന്നതും മൂർച്ചയുള്ളതുമാണ്. ഇന്നും ഈശോ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈശോയുടെ വചനം വന്നുകൊണ്ടിരിക്കുന്നു, അഥവാ വചനം മാംസമായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളാണ് സ്വകീയർ, സ്വന്തക്കാർ. നമ്മൾ അവനെ സ്വീകരിക്കുന്നുണ്ടോ? സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കൾ ആകാനുള്ള അനുഗ്രഹം, കൃപ അവിടുന്ന് നൽകി. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1:12. അപ്പോൾ ദൈവം മനുഷ്യനായി പിറന്നു, എന്നാൽ സ്വന്തമായുള്ളവരെ. അപ്പോൾ നമ്മൾക്ക് ഓർക്കുന്നത് എന്താണ്? ദൈവമേ, കർത്താവിനെ ഒന്ന് പറക്കാനായിട്ട് മാതാവ് ബത്ലഹേമിൽ ചെന്നപ്പോൾ അവരാരും ഒരു തൊഴുത്ത് പോലും കൊടുത്തില്ലല്ലോ ദൈവമേ. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതല്ല, എൻ്റെ ഹൃദയമാകുന്ന തൊഴുത്ത് ഹല്ലേലൂയ ഞാൻ വിട്ടുകൊടുത്തോ? അവനെ പിറക്കാൻ അനുവദിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, യേശുവിനെയും യേശുവിൻ്റെ ചരിത്രത്തെയും ഒരു ചരിത്ര പുരുഷനായി കാണാതെ ചരിത്രാതീതമായി കാണണം. ഹല്ലേലൂയ. യേശു ചരിത്രാതീതൻ ആണ്. യേശു സംഭവവും ചരിത്രാതീതമാണ്. ബൈബിൾ എഴുതിയിരിക്കുന്നതും ചരിത്രാതീതമാണ്. പല ക്രൈസ്തവരും, പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്കർ, ഈ ചരിത്രം ആഘോഷിക്കലാണ് നടത്തുന്നത്. ഇപ്പോൾ കൂടും അവിടെ എല്ലാം പശുവിനെ ആടിനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നു, അവിടെ തോരണം വെച്ച് കെട്ടുന്നു, അല്ലെങ്കിൽ നക്ഷത്രം തൂക്കുന്നു. ഇതെല്ലാം ചരിത്രാഘോഷങ്ങൾ ആണ്. ഹല്ലേലൂയ. നമുക്കിതുവരെ ആ ചരിത്രത്തിൻ്റെ അതിര് കടന്ന് ചരിത്രാതീതനായി ഇന്നും
എന്നിലേക്ക് വരുന്ന കർത്താവിനെ സ്വീകരിക്കാൻ ഒരു പക്ഷേ സാധിക്കുന്നില്ല എന്ന്. അതിന് കാരണം എന്ത്? ഈ മതത്തിൻ്റെ ചട്ടക്കൂട്ട്. നമ്മളും ഇതര മതങ്ങളെപ്പോലെ മതത്തിൻ്റെ ചട്ടക്കൂട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും കർത്താവിനെ കാണുന്നില്ല, കർത്താവിനെ സ്വീകരിക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അന്ത്രയോസ് യേശുവിനെ കണ്ടുമുട്ടിയിരുന്നു. അപ്പോസ്തലന്മാരെല്ലാം കണ്ടുമുട്ടിയിരുന്നു. ആദിമ ക്രൈസ്തവർ യേശുവിനെ കണ്ടുമുട്ടിയിരുന്നു. ഇങ്ങനെ കണ്ടുമുട്ടാനുള്ള അവസരം നമ്മുടെ തിരുസഭയിൽ, ഞാൻ പറയുന്നില്ല ക്രിസ്തുമതം, പിന്നെ അത് തിരുസഭയാണ്. ഹല്ലേലൂയ. നമ്മൾ തിരുസഭയാണെന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം എന്ന വാക്കേ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പറയും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, നിങ്ങളാണ് ആ സഭ, ഞാനും ആ സഭയിലുണ്ട്. നമ്മളെല്ലാം കൂടെ ചേർന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ സഭ, ആ ഏത് ഒരു മൗതിക ശരീരമെന്ന് നമ്മൾ വേദപാഠത്തിൽ പഠിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയ ഗ്രഹണത്തിൽ പെടാത്തത്, ആ ഇന്ദ്രിയത്തിന് അതീതമായിട്ട് എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഹൃദയമുയർത്തുമ്പോൾ മാത്രം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ. ഹല്ലേലൂയ. ഇവിടെയാണ് ഈശോ പിറക്കുന്നത്. പുൽക്കൂട്ട് കണ്ണും മണ്ണും തടിയും കൊണ്ടുണ്ടാക്കുന്ന പുൽക്കൂട്ടിലല്ല ഈശോ പിറക്കുന്നത്. അത് നമുക്കറിയാം. മഹാത്മജി തന്നെ, നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ പോലെ 10,000 പുൽക്കൂടുകളിൽ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ ഉണ്ണീശോയെ വെച്ചാലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറന്നില്ല എങ്കിൽ ക്രിസ്മസ് ഇല്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഹിന്ദുവായിരുന്ന അദ്ദേഹം ക്രിസ്ത്യാനികളെ നോക്കി പറഞ്ഞതാണ്. നമ്മൾ പലപ്പോഴും അപ്രകാരം കുറേ ആഘോഷങ്ങളും കുറേ കർമ്മങ്ങളും പ്രക്രിയകളും ലൗകിക രീതിയിൽ ചെയ്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പലപ്പോഴും കള്ളു കുടിക്കണ്ടെന്ന് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇറച്ചി തിന്നണ്ടെന്ന് വെക്കുന്നത്. ഇതൊക്കെ ആ മതത്തിൻ്റെ ഭാഗങ്ങൾ ആണ്. വാസ്തവത്തിൽ ഈ 25 ദിവസങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് യേശുവിനെ കണ്ടുമുട്ടുന്ന ആയിരിക്കണം. ഈശോ വന്നെന്തിനാണ്? നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തി രക്ഷിക്കുവാനായിട്ട്. ലൂക്ക 19:20 ലൂക്ക 19:10 പറയുന്നു, നഷ്ടപ്പെട്ടു പോയതിനെ. നാം എല്ലാവരും നഷ്ടപ്പെട്ടു പോയവർ ആയിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടെത്താനായിട്ടുള്ള വരവ് ഇവിടെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ഈശോയെ നഷ്ടപ്പെടുത്തിയത്? അതാണ് ഈ പാപം എന്ന് പറയുന്നത്. യേശുവിനെ എവിടെ നഷ്ടപ്പെടുത്തി? ഒരു പക്ഷെങ്കിൽ വേദന, ദുഃഖം, സങ്കടം വന്നപ്പോൾ ദൈവമേ കർത്താവിനെ കൈവിട്ടോ എന്നോർത്ത് നിരാശപ്പെട്ട മ്ലാനതയിലേക്ക് പോയ പാപമായിരിക്കാം. എത്രയോ പേരാണ്. ഇന്ന് രാവിലെയും എത്ര പേരെ ഞാൻ കണ്ടെന്നറിയോ? 8 മുതൽ ഇവിടെ വരുന്നതും വരെ അവിടെ ഇരിക്കുകയായിരുന്നു ആളുകളെ കാണാൻ. അവരൊരു പക്ഷേ വ്യഭിചാരം ചെയ്തില്ല, അശുദ്ധ്യപാപം ചെയ്തില്ല, അവരെ കള്ളു കുടിച്ചിട്ടില്ല, തല്ലിയിട്ടില്ല, കൊന്നിട്ടുമില്ല. എല്ലാവർക്കും മ്ലാനത. ഡിപ്രഷൻ, അതാ വാക്ക് ഇംഗ്ലീഷിൽ. ഇന്നത് ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം. ഡിപ്രഷൻ അഭിമാനമായിട്ടാണ് പറയുന്നത്. പണ്ടൊക്കെ VIP രോഗം എന്ന് പറഞ്ഞ പോലെ എനിക്ക് പ്രഷറാണ്, എനിക്ക് അല്ലെങ്കിൽ ഷുഗർ എന്നൊക്കെ പറയുമ്പോൾ VIP രോഗമായിരുന്നു, മുന്തിയവർക്കുള്ളൂ, പണക്കാരുടെ സൂക്കേട് എന്ന് പറഞ്ഞ് ഇപ്പോൾ പണക്കാരുടെ ഒരു രോഗമാണ് അത് ഡിപ്രഷൻ. നമുക്കറിയാൻ സാധിക്കും ഏറെ പേരുടെ മുഖത്തു നിന്നും സന്തോഷം പോയി, മ്ലാനത. അതിന് കാരണം എന്ത്? യേശു കൂടെ ഇല്ല. ഹല്ലേലൂയ. യേശു കൂടെയുണ്ട്. യേശുവിനെ കണ്ടുമുട്ടിയ ഒരാൾക്ക് എങ്ങനെ മ്ലാനനായിരിക്കാൻ പറ്റും? ഇന്ന് ഞാനൊരു പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കി എൻ്റെ പേരിൽ. അച്ഛാ എനിക്ക് മ്ലാനത, വെറും 18 വയസ്സേ ഉള്ളൂ. എൻ്റെ പെണ്ണെ, നിൻ്റെ കൂടെ ഈശോ ഇല്ലേ? നീ മാമോദിസ സ്വീകരിച്ചല്ലേ കുർബാന കഴിക്കുന്നത്? ഉണ്ട് അച്ഛാ, എന്നാലും മ്ലാനത. എന്താ കാര്യം? പരീക്ഷയ്ക്ക് തോറ്റുപോയി, അല്ലെങ്കിൽ അക്കരയ്ക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റുകയില്ല എന്നുള്ള മ്ലാനത. അപ്പം കിട്ടാത്തതിലുള്ള പരാതി വെച്ചുകൊണ്ട് സങ്കടം പെറുന്നു. അങ്ങനെയുള്ളവർക്ക് ഈശോ ഇല്ല എന്ന് ഞാൻ പറയും. എന്താണ് പൗലോസ് പറഞ്ഞത്? സദാ സന്തോഷിക്കുവിൻ, കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവിൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ഹല്ലേലൂയ. എപ്പോൾ? രോഗം മാറുമ്പോഴല്ല, പണം കിട്ടുമ്പോഴല്ല, ജോലി കിട്ടുമ്പോഴല്ല, മകളും അയർലൻഡിനോ യൂറോപ്പിനോ പോകുമ്പോഴല്ല സന്തോഷം. എൻ്റെ വേദനയിലും സങ്കടത്തിലും ഇല്ലായ്മയിലും കൂടി എൻ്റെ ഈശോയെ ഞാൻ കണ്ടെത്തുന്നു. അതിലേക്ക് വരുന്ന ഈശോ പാപികളെ തേടി വന്നു. നമ്മളിപ്പോൾ പാടുകയുണ്ടായി, പാപികളെ തേടി വന്ന എന്ന ഗാനം കുർബാനയുടെ സമയത്ത്. ഇപ്പോഴും പാപിയെ തേടി വരികയാണ്. രോഗിയാണോ? ഇതാ തേടി വരുന്ന ഒരു കർത്താവുണ്ട്. നീ കുരുടനാണോ, അന്ധനാണോ, നടക്കാൻ വരികയോ, തേടി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ ഒന്ന് കണ്ടുമുട്ടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നത് ഏത് വേദനയിലാണെന്ന് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഓരോ ഞരമ്പിനും ഓരോ മജ്ഞയ്ക്കും വേദന.
നേഴ്സുമാർ, അവൾ നേഴ്സായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഷാർജയിൽ നിന്ന് വന്ന പെൺകുട്ടി അല്ലേ, എങ്കിലറിയാം ന്യൂറോപ്പതിക് പെയിൻ, അതായത് ഞരമ്പിൻ്റെ വേദന എന്താണെന്ന്. കുത്തിപ്പറിക്കുന്ന വേദനയാണ്, മരുന്നൊന്നുമില്ല. 14 വർഷമായി ഈ രോഗം വന്നിട്ട് എന്നോർക്കണം. കിടക്കുമ്പോൾ, ലംബമായി കിടക്കുമ്പോൾ മാംസം പറഞ്ഞു പോകുന്ന വേദനയാണ്. ഉറക്ക ഗുളിക എടുത്താലേ ഉറങ്ങാൻ പറ്റൂ, പക്ഷേ ഞാൻ എടുക്കില്ല, അതുകൊണ്ട് ഉറക്കവുമില്ല. ഇനി മാത്രമല്ല, നിങ്ങൾക്കറിയാം നിൽക്കാൻ മേല, എനിക്ക് നടക്കാൻ മേല. മാത്രമല്ല നിങ്ങൾക്കറിയാം എൻ്റെ ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ട്, ചോര ഒഴുകും, വേദനയുണ്ട്. എന്നാലും നിങ്ങൾ എൻ്റെ മുഖത്ത് എപ്പോഴും മ്ലാനത കണ്ടിട്ടുണ്ടോ മക്കളെ? ഞാൻ സന്തോഷിക്കും, എൻ്റെ കർത്താവിൽ സന്തോഷിക്കും. ഈ വേദന നടുവിൽ ഞാൻ കർത്താവിനെ കാണുന്നു. കാരണം എന്നിലേക്ക് സ്നേഹമായി എഴുന്നള്ളി വരുന്ന കർത്താവിനെ ഞാൻ കാണുന്നു. ആ കർത്താവാണ് എൻ്റെ ബലം. ഹല്ലേലൂയ. ഇതൊക്കെ കരിസ്ഭവനിൽ വന്നും കരിസ്മാറ്റിക് പ്രാർത്ഥന കർത്താവിൻ്റെ ആശയം, കർത്താവിൻ്റെ ബലം, കർത്താവ് എന്തെല്ലാം പാട്ടൊക്കെ മായിട്ട് പാടുന്നത് ആ സിബിയുടെ കൂടെ ചേർന്നുകൊണ്ട്. പാടിയിട്ടൊന്നും കാര്യമില്ല, ആ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അനുഭവിക്കണം. അതെ, ഇതിനതീതമായിട്ട് എൻ്റെ കൂടെ നടക്കുന്ന എമ്മാനുവേൽ, ദൈവത്തിൻ്റെ പേരതാ, ഈശോയുടെ പേര് എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ഇതാ കൂടെ വസിക്കുന്ന ഒരു ദൈവം, ഇത് എനിക്ക് അനുഭവവേദ്യം ആക്കണം. ഏത് സന്ദർഭത്തിലും ഏത് സങ്കടങ്ങളിലും എന്നെ കാക്കുന്ന, എന്നെ സഹിക്കുന്ന, എൻ്റെ കൂടെ നടക്കുന്ന ഒരു തമ്പുരാൻ. അപ്പോൾ ഈ വേദനയെല്ലാം മറികടന്നുകൊണ്ട് ഇതിനതീതമായി കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കർത്താവിൽ ശക്തി സംഭരിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാം, നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. ഇതും വെച്ചുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 6 മാസത്തിനിടെ 19 രാജ്യങ്ങളിൽ പോയി. 19 രാജ്യങ്ങളിൽ പോകണമെങ്കിൽ 4 തവണ പ്ലെയിനിൽ പോകണം, ഒരിടത്ത് പോകാൻ, ഒരു രാജ്യത്ത് പോകാൻ. 2 ഫ്ലൈറ്റ് കയറിയാണ് അങ്ങോട്ട് പോകുന്നത്, 2 ഫ്ലൈറ്റ് തിരിച്ചു വരുന്നു. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും, ഒരു മനുഷ്യൻ 80 അടുത്ത മനുഷ്യൻ, അടുത്ത വർഷം ഞാൻ 80 ആകുകയാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം വെച്ചുകൊണ്ട് പോകുന്നതിന് കാരണം എന്തെന്നറിയാമോ? ഞാൻ ഈശോയെ കണ്ടുമുട്ടി. ഹല്ലേലൂയ. ആ കണ്ടുമുട്ടിയത് കൊണ്ട്, ആ കണ്ടുമുട്ടി ഈശോയെ മറ്റുള്ളവർക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന പോലെ തരാനുള്ള തീഷ്ണത കൊണ്ടാണ് പോകുന്നത്. അത് വേറൊരു സന്തോഷവും ഇല്ല, വേറൊരു സന്തോഷവും അതിലില്ല. ഈശോയെ കൊടുക്കുന്നതിൽ ഉള്ള ആ സന്തോഷം. ആരെങ്കിലും ഒരാളെങ്കിലും തൻ്റെ വേദനയിൽ, സങ്കടത്തിൽ, തൻ്റെ ഇല്ലായ്മയിൽ ഈശോയെ കണ്ടുമുട്ടി യേശുവെ സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് അവനിലേക്ക് മനസ്സ് തിരിഞ്ഞു വരിക. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ 1 യോഹന്നാൻ എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം, 1 യോഹന്നാൻ 4-ാം അധ്യായം വചനം 8. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകജാതൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വന്തം പുത്രനെയും അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം കർത്താവാണ് ആ സ്റ്റെപ്പ് എടുത്തത് നമ്മളെ സ്നേഹിക്കാൻ, നമ്മളല്ല, മനുഷ്യനല്ല. മനുഷ്യൻ കാഴ്ചയും ആടിനെയും കുഞ്ഞാടിനെയും ഒക്കെ കൊന്ന് രക്തമൊക്കെ തളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നമ്മളെ സ്നേഹിക്കാൻ, നമുക്ക് സ്നേഹം തരുവാൻ മുൻകൈ എടുത്തത് ആരാണ്? തമ്പുരാൻ, ദൈവം. ഹല്ലേലൂയ. അതാണ് തൻ്റെ ഏകപുത്രനെ അയക്കുന്ന ആ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ധ്യാനിക്കേണ്ടത്. ഇവിടെയാണത് ധ്യാനിക്കാനൊരു അധ്യായം നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിക്കാം. ലൂക്ക എഴുതിയ സുവിശേഷത്തിൻ്റെ അധ്യായം 15. നമുക്കറിയാം, അത് മുഴുവൻ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു ദൈവത്തെയാണ് ഇതിൽ കാണുന്നത്. ഒന്നാമത് ഒരു ഉപമയാണ്. ഒരു സ്ത്രീക്ക് നാണയം നഷ്ടപ്പെട്ടപ്പോൾ തൂത്തുവാരി ആ നാണയം കണ്ടെത്തുന്നു. അപ്പോൾ അയൽക്കാരെല്ലാം വിളിച്ച് സന്തോഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കണേ, അതായത് നഷ്ടപ്പെട്ടു പോയ എന്നെ കണ്ടെത്തുമ്പോൾ എനിക്കല്ല സന്തോഷം, തമ്പുരാനാ സന്തോഷം. ആ തമ്പുരാൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതാണ് എൻ്റെ സന്തോഷം. ഹല്ലേലൂയ. അതിനുശേഷം കർത്താവിൻ്റെ ആ 99 നല്ല ആടിനെയും ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പിന്നാലെ ഒരു പരക്കം പാച്ചിൽ, അല്ലേ? അത് 99നെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചെന്നാണ് പറഞ്ഞു. ആരുപോലും ഇല്ലാതെ ഉപേക്ഷിച്ച പോവുക. എന്ത് ഈ നഷ്ടപ്പെട്ടതിനുള്ള സ്നേഹം? ആ നഷ്ടപ്പെട്ട ആൾ ഞാനായിരിക്കാം, നീ ആയിരിക്കാം. ആ കർത്താവ് അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ എന്തെന്നു? കെട്ടിപ്പിടിച്ച് തോളിലേറ്റി കൊണ്ടുവരുന്ന ചുംബനം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കർത്താവിൻ്റെ വരവ്. അതിലേറ്റവും വലിയ മനോഹരമായ ഉപമ നമുക്കെല്ലാം അറിയാം, ധൂർത്തപുത്രൻ്റെ ഉപമ. എല്ലാം നശിപ്പിച്ച് മുടിച്ച് കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടന്ന ഒരു സഹോദരൻ. അവൻ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുകയാണ്,
ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പൊക്കോളാന്ന് ഒരു തീരുമാനം. ആ തീരുമാനം കർത്താവ് കണ്ടു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താവിലേക്ക് എത്തിക്കാൻ ഒരു ചെറിയ തീരുമാനം ഉള്ളിലെടുക്കുമ്പോൾ ദൈവം അത് കാണും. നമ്മൾ വായിക്കുന്നുണ്ട് പ്രഭാഷകൻ പുസ്തകം അധ്യായം 23:19. അവിടുത്തെ കണ്ണുകൾ 10,000 സൂര്യനേക്കാൾ പ്രഭയുള്ളതാണ്. ഹല്ലേലൂയ. ആ നല്ല പട്ടുസാരി കൊടുത്ത് സ്വർണ്ണാഭരണമൊക്കെ ഇട്ട് പെയിൻറ്റ് പഠിച്ച് സുഗന്ധം അടിച്ചിവിടെ വന്നാലും കർത്താവ് നോക്കുന്നത് നിൻ്റെ ഉള്ളിലേക്കാണേ. ഹല്ലേലൂയ. എത്ര മറച്ചു വെച്ചാലും മറച്ചു പോകില്ല കർത്താവിൻ്റെ മുമ്പിൽ. ആ കണ്ണുകൾ കൊണ്ട് അത് താഴേക്ക് നോക്കുന്നു, ഹൃദയത്തിലേക്ക് ഉറ്റുനോക്കുന്നു. നിൻ്റെ ഒരു കൊച്ചു ചിന്ത പോലും നിൻ്റെ ഭർത്താവിനെ നീ ഇച്ചിരി വെറുക്കുന്നത്, അല്ല ആ തിരുസഭയെ കുറ്റം പറയുന്നത്, മെത്രാനെ തെറി പറയുന്നത്, ഇതെല്ലാം ചിന്തിച്ചത് പോലും അവിടുന്ന് കാണുന്നവനാണ് എന്നോർക്കണമേ. അപ്പോൾ ഈ ധൂർത്തപുത്രൻ ദൂരേന്ന് ഒരു ചിന്ത, എന്ത്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ പേർ സുഭിക്ഷമായി കഴിയുന്നു, ഞാനിവിടെ പന്നിക്ക് കൊടുക്കുന്ന തവിടുന്ന് പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന കർത്താവ്, ഞാൻ പോവും. ഒറ്റ തീരുമാനം. എന്നിട്ട് അവൻ പരക്കെ വരികയാണ്. അപ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്ന വചനം നിങ്ങൾ ധ്യാനിക്കാം. ദൂരെ വെച്ച് അവൻ അവനെ കണ്ടു. ഹല്ലേലൂയ. അത് ദൂരെ വെച്ച് കാണുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പൻ നോക്കി നോക്കി ഇരിക്കുകയായിരുന്നു ഈ മകൻ്റെ വരവിനായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ദർശനം നൽകുവാൻ, സാന്നിധ്യം നൽകുവാൻ, ദൈവാനുഭവം തരുവാൻ നോക്കിയിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. മക്കളെ, എങ്കിൽ ഈ ആഗമന കാലം ആ നമ്മളെ തേടി വരുന്ന യേശുവിനെ കണ്ടുമുട്ടുന്ന സമയമായിരിക്കട്ടെ. ഒരു വിഷയം കണ്ടുമുട്ടാനായിട്ട് അനുതാപം ആവശ്യമായിരിക്കാം. അവിടെ പാപങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും. അവിടെയാണ് ഈ കള്ള് വേണ്ടാന്ന് വയ്ക്കുന്നതിനർത്ഥം. അത് ഈ 25 കൊല്ലത്തെ അല്ല 25 ദിവസത്തെയോ 50 ദിവസത്തെ കുടിക്കാതെയല്ല, ഒടുക്കത്തെ കുടിയാ നിർത്തുക. ഹല്ലേലൂയ. അത് കർത്താവിനെ കണ്ട ഒടുക്കത്തെ മാറ്റം ഉണ്ടാക്കുക. അതാണ് അത് കണ്ടുമുട്ടിയവരെല്ലാം മുഴുവനായിട്ട് രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ അതാണ് അത്. ഏത് നോയമ്പായാലും, ഞാൻ നോയമ്പെന്ന വാക്ക് പറയാൻ എനിക്ക് ഇഷ്ടമില്ല. 50 നോമ്പ് പറഞ്ഞോട്ടെ, 25 നോമ്പ് നോയമ്പിൻ്റെ അവസരമല്ല, പിന്നെയോ യേശുവിനെ കണ്ടുമുട്ടുന്ന സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യൂറോപ്പിലായാലും അമേരിക്കയിലും ക്രിസ്മസ് ആഘോഷം തുടങ്ങും. നല്ലപോലെ ഇറച്ചിയും മീനൊക്കെ കൂട്ടി സന്തോഷിക്കുവാർ. ഹല്ലേലൂയ. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശുവിനെ കണ്ടുമുട്ടൽ ആണ് ആഗമന കാലമെന്ന് പറയുന്നത്. ക്രൂശിക്കലിൻ്റെ കാലമല്ല അത്. പങ്കപ്പാടിൻ്റെ കാലഘട്ടം അല്ല. ആ കർത്താവ് പറഞ്ഞില്ലേ, മണവാളൻ കൂടെയുള്ളപ്പോൾ മണത്തോടവക്കാർ അത് ഉപവസിക്കുകയില്ല, സന്തോഷിക്കുകയുള്ളൂ. മണവാളൻ എടുക്കപ്പെടുമ്പോൾ ഉപവസിക്കപ്പെടുമെന്ന്. ആരാണ് ആ മണവാളൻ? ഇന്നും ജീവിക്കുന്നവനായ ഈശോ. നമുക്കറിയാം, ബൈബിൾ മുഴുവൻ ഈശോയും നമ്മളുമായി ബന്ധത്തെ പറഞ്ഞിരിക്കുന്ന മണവാട്ടി മണവാളൻ ബന്ധമാണ്. ആമേൻ. ഹല്ലേലൂയ. അതെ, ഉദാഹരണമായിട്ട് ഹണിമൂൺ ആഘോഷിക്കുമ്പോൾ ഉപവസിക്കുമോ? ഇല്ല. ഹണിമൂൺ ആഘോഷിക്കും, തിന്നും കുടിക്കുകയും ചെയ്ത് ആഘോഷിക്കും, സന്തോഷിക്കും. ഹണിമൂൺ തീരുമ്പോൾ അടിയും പിടിയും തൊഴിയും അല്ലേ, കുറ്റപ്പെടുത്തില്ല ആരംഭിക്കും. അപ്പോഴാണ് അതെ ഉപവസിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് പറയാണ്. അപ്പോൾ യേശു കൂടെയുള്ളപ്പോൾ ഒരു വ്യക്തിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് ഹണിമൂണാ. ഹല്ലേലൂയ. ഇത് കണ്ടുപിടിക്കണം. അതാ ഞാൻ പറഞ്ഞ സന്തോഷം കണ്ടുമുട്ടൽ. അതെ, നമുക്കറിയാം, ദൂരെ വെച്ച് തന്നെ ധൂർത്തപുത്രനെ കണ്ടു. അപ്പോൾ പിതാവ് പടി ഇറങ്ങി വരിക. അവനിങ്ങോട്ട് വരട്ടെ, എൻ്റെ കാക്ക വേണം, ക്ഷമ ചോദിക്കട്ടെ എന്നൊന്നും ചിന്തിച്ചത്. ആ സ്നേഹമുള്ള പിതാവ് താഴേക്കിറങ്ങി ചെല്ലുക മകനെ സ്വീകരിക്കാനായിട്ട്. എന്നിട്ട് കണ്ടപ്പോഴേ 2 വടിയെടുത്ത് 4 തൊഴി അടിയിലാൻ കൊടുത്തില്ലടാ, കുരുത്തം കെട്ടവനെ, നീ പോയി നശിച്ചു വന്നിരിക്കുന്നല്ല, മുടിച്ചെച്ചടാ, നിനക്കിവിടെ വരാനുള്ള യാതൊരു അർഹതയുമില്ല എന്ന് പറഞ്ഞ് ഷൗട്ടിങ്ങൊന്നുമല്ല കൊടുത്തത്. നേരെ പിടിച്ച് ചുംബിച്ചു. ഹല്ലേലൂയ. ആ പന്നിയുടെ കാഷ്ടത്തിൻ്റെ മണവും മൂത്രത്തിൻ്റെ മണവും എല്ലാം ഉണ്ടായിരുന്ന പട്ടിണി കിടന്ന ആ പട്ടിണിക്കുളത്തെ അതേ പടി പാപിയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെ പിടിച്ച് ചുംബിച്ചു. ഹല്ലേലൂയ. ഇതൊക്കെ മാതാപിതാക്കളൊന്ന് ചിന്തിക്കണം. ഈ അവസരത്തിൽ മക്കളൊക്കെ വഴിപെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ അതെ, മനസ്സിൽ എന്താ കിടക്കുന്നത്? ദുഃഖമാണോ, അരിശമാണോ, സ്നേഹമാണോ എന്ന് ചിന്തിക്കണം. അവരൊരു പക്ഷേ തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അമ്മയെ അപ്പച്ചാന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ പ്രതികരണം? നീ തൊലയാൻ പോയി വന്നിരിക്കുന്നതാണ്. ഇതൊക്കെയല്ലേ നമ്മുടെ ഭാഷകൾ. സ്നേഹത്തോടെ അതെ, ഒരു വിഷയം സ്നേഹരാഹിത്യം കൊണ്ടായിരിക്കാം ആ മകൻ പോയത്. എത്രയോ മക്കൾ ഇപ്രകാരം വീട് വിട്ടിറങ്ങിപ്പോകുന്നു, അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹമില്ലാതെ. കാരണം അപ്പനും അമ്മയും എന്നും പടയാണ്, വീട്ടിലൊന്നും കുടിയാണ്.
അങ്ങനെ മക്കൾക്ക് ഡിപ്രഷനായി ഇപ്പം മരുന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മുസ്ലിമിനെ കണ്ടു, അല്ല ഹിന്ദുവിനെ കണ്ടു, ആണായിരിക്കാം പെണ്ണായിരിക്കാം, അങ്ങ് പ്രേമിക്കും, കെട്ടാമെന്ന് വിചാരിക്കും. അത് അവരുടെ കുഴപ്പമല്ല, മുസ്ലിമിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. ഹല്ലേലൂയ. അത് ജിഹാദിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മെത്രാന്മാരും അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുന്നത് വായിക്കുമ്പോൾ ഞാൻ ചിരിക്കും. അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ മന്ത്രം ചെയ്താൽ കൂടോത്രം ചെയ്താണ്, കുഴിമന്തിക്കകത്ത് അതാണ് ഇട്ടതാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ആ കുഴിമന്തിയൊന്നുമല്ല, ഈ പ്രേമമെന്ന് പറയുന്നൊരു വിഷ. ഹല്ലേലൂയ. പ്രേമമാണ്. ആ പ്രേമം എങ്ങനെ ഉണ്ടായി? വീട്ടിൽ പ്രേമം കിട്ടിയില്ല. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമെന്നാ. അതെ, നമ്മുടെ നാട്ടിലാണ് ഈ വാക്കിന് തന്നെ രണ്ടർത്ഥം. നമുക്ക് ദ്വയർത്ഥമില്ലാത്ത ഒന്നുമില്ലല്ലോ. വാ എന്ന് പറഞ്ഞാൽ പോന്ന, സ്നേഹിക്കാന്ന് പറഞ്ഞാൽ പ്രേമമെന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഹിന്ദി ഉള്ള വടക്കേ ഇന്ത്യയിൽ ചെന്ന് പ്രേമം എന്ന് പറഞ്ഞാൽ സ്നേഹമെന്നാണ്. ഹല്ലേലൂയ. ഹിന്ദി ഭാഷ അറിയാവുന്നവർക്കറിയാം, പ്രേം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഹല്ലേലൂയ. അത് പരിശുദ്ധമായ സ്നേഹമാണ്. കേരളക്കാർക്ക് നഷ്ടപ്പെട്ടു, അത് പൊരിഞ്ഞു മൂടി. അതെ, സ്നേഹിച്ചാൽ ഉടനെ പ്രേമോനെ പറയും. ആണ് പെണ്ണോട് മിണ്ടിയ ഉടനെ പ്രേമമാണ്. ഹല്ലേലൂയ. കാരണം ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം കുടുംബത്തിൽ ഇല്ലാതെ വരുമ്പം കുട്ടികൾ പോകും. അവർ സ്നേഹം കണ്ടെത്തുന്ന ഒരു മുസ്ലിമിലായിരിക്കും, പുകവലിക്കാത്ത കള്ളുകുടിക്കാത്ത മുസ്ലിം. അവൻ കെട്ടാമെന്നങ്ങ് വിചാരിക്കും, ഒന്നിച്ചും. പിന്നെയുള്ളതൊക്കെ ഞാൻ പറയുന്നില്ല, അത് കഴിഞ്ഞുള്ളത്. പ്രിയമുള്ളവർ, ഇതൊക്കെ ചിന്തിക്കാതെ നമ്മുടെ ചെറുപ്പക്കാരെടുത്തിയാടുന്നതിന് കാര്യമെന്ത്? ആ പരിശുദ്ധമായ സ്നേഹം അപ്പയിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടുന്നില്ല. ഒരു ഷിപ്പ് എന്നെ കേട്ടുകൊണ്ട് ആ കുടുംബം ഇരിപ്പുണ്ടായിരിക്കും. അവർ പോയോ എന്ന് എനിക്കരുത്. 3 മക്കളുമായിട്ട് അത് പിടിച്ചുകൊണ്ട് വന്ന ആ മക്കളെ 2 പേര് മുസ്ലിങ്ങളുമായിട്ട് പ്രേമിച്ചിരിക്കുന്നു, മറ്റേ ആളൊരു ഹിന്ദുവിനെ. വേദനയോടുകൂടി മഞ്ഞാക്കലച്ചിൻ്റെ അടുക്ക വന്നാൽ എന്തെങ്കിലും രക്ഷയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മഞ്ഞാക്കലച്ചിൻ്റെ അടുക്ക വന്ന രക്ഷയുണ്ടാവും. കർത്താവിന് മാത്രമേ രക്ഷ കൊടുക്കാൻ പറ്റൂ. എൻ്റെ അച്ഛാ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറയും പോകും താഴേക്ക്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ആദ്യം ഈശോ പിന്നെ അച്ഛൻ. ഹല്ലേലൂയ. അത് ഈശോയിലേക്ക് പോകൂ. അതെ, പറഞ്ഞു വന്നപ്പോൾ ആ തള്ള അമ്മ കരഞ്ഞുകൊണ്ട് പറയാം, എൻ്റെ അച്ഛൻ പറഞ്ഞ എത്രയോ വാസ്തവം. ഇയാൾ ഇത്രയായിട്ടും കുടി നിർത്തിയിട്ടില്ല. അമ്മേൻ. ഇയാൾ എന്ന് പറഞ്ഞാൽ ഭർത്താവാ, പ്രിയതമൻ, ഇതുവരെ കുടി നിർത്തിയിട്ടില്ല അച്ഛാ. വീട്ടിൽ വന്നാൽ എനിക്കിട്ട് ചിത്രയും ചീത്തയും. അത് കണ്ടോണ്ടായി 3 മക്കളും ഈ ഭീകര ചുറ്റുപാടിൽ വളർന്നു വന്നത്. ചെറുപ്പമായിരുന്നപ്പം അപ്പനും അമ്മയും പറഞ്ഞെല്ലാം അനുസരിക്കും, പള്ളിയിൽ പോകും. ഇപ്പം അതെല്ലാം വിട്ടു, അതെല്ലാം പോയി. കാരണം സ്നേഹം അറ്റുപോയ കുടുംബം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ, ഒരു ഇത്രയായിട്ടെങ്കിലും ഒന്ന് തന്നെ മുതുകൂടി നിർത്തിക്കൂടെ? ആൾ എൻ്റെ മുറിയിൽ നിന്ന് അങ്ങ് ഇറങ്ങി. ഇവിടെ ഇരിപ്പുണ്ടോ പോയോന്ന് ഒരു പക്ഷെ പോയി കാണും എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ള, ഇവിടെയാണ് യേശുവിനെ കണ്ടുമുട്ടി നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരായി ജീവിക്കാത്തിടത്തോളം കാലം നമുക്കറിയാം നമ്മൾ ഒന്നിനൊന്നിന് അന്യം നിന്ന് പോവുകയാണ്, അല്ലേ? ഹല്ലേലൂയ. അതെ, വിദേശത്തൊക്കെ പോയ പല മലയാളികളെയും ഞാൻ കണ്ടുമുട്ടാറുണ്ട്. ധ്യാനമൊന്നും അവർക്ക് ഞാൻ കൊടുക്കാറില്ലെങ്കിലും. എൻ്റെ അച്ഛൻ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടില്ല, വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് പോരുന്നെന്ന് പലരും പറഞ്ഞു. വീട്ടിൽ അതെ അസ്വസ്ഥത, പണമുണ്ട്, കാശുണ്ട്, മാർഗങ്ങളുണ്ട്, എന്തായാലും വീട്ടിൽ ഒരു സ്നേഹം. എന്നാൽ വിദേശത്ത് ജർമ്മനിയിലോ അയർലൻഡിലോ ഗൾഫിലോ പോയി ഒരു സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. പ്രിയരെ, മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് സമാധാനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, ഈ സമാധാനവുമായിട്ടാണ് ഈശോ വന്നത്. നിങ്ങൾക്കറിയാം, ഈ നാളെ മുതൽ ഇവിടെയും കാരിശ്വാലിലും കാണും, ഒരു പൂക്കട്ട ഉണ്ടാക്കി ആ പൂവിനകത്ത് 4 മെഴുകുതിരിയൊക്കെ വെക്കുന്നത്. അത് യൂറോപ്പിലുള്ള ഒരു പരിപാടിയാണ്. ആ ജർമ്മനി തുടങ്ങിയതാണ്, ഇപ്പം എല്ലായിടത്തുമായി. അതായത് എന്നിട്ട് ഓരോ ഞായറാഴ്ചയും ഓരോ തിരി ഊതിക്കെടുത്തും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ 4 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം പ്രതീക്ഷ. അതായത് എൻ്റെ കർത്താവ് വരും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതം മാറ്റിമറിക്കും, ഞാൻ ആഗ്രഹം എല്ലാം സാധിച്ചു തരും എന്ന പ്രതീക്ഷയാണ്. രണ്ടാമത്തേത് എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹവും പരസ്നേഹവും. എല്ലാവരും ക്ഷമിച്ച് രമ്യപ്പെടുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു മെഴുകുതിരിയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് സമാധാനത്തിൻ്റെ പീസ്. സമാധാനം അനുരഞ്ജനപ്പെടുത്തുമ്പോൾ ആ സമാധാനം ഉണ്ടാകുന്നത്. ഇവിടെ ഇരിക്കുന്നു, കുടുംബത്തിൽ അനുരഞ്ജനമില്ല, തിരുസഭയെ പോലും ഇല്ല. അവിടെ അടിപൊളിയല്ല ഇപ്പോഴും കുർബാന ചൊല്ലി. അതെ, ഒന്ന് ആലോചിക്കണം. ഇവിടെ ക്രിസ്മസ് കേരളക്കാർ ഇന്ന് ഈ കൊല്ലം ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് ഞാൻ പറയും. ഈ കൊല്ലം ക്രിസ്മസ് കേരളത്തിൽ ആഘോഷിക്കാൻ കേരളീയർക്ക് അർഹതയില്ല. പച്ചയ്ക്കാൻ പറയാണ്. ഈശോയുടെ കുരിശ്, യേശുവിൻ്റെ ശരീരം വെച്ചുകൊണ്ട് വില പറഞ്ഞ് വഴക്കുണ്ടാക്കി പരസ്പരം ഭിന്നിക്കുന്ന ഇവിടെ ഈ പുൽക്കൂട്ടിനകത്ത് മണ്ണാങ്കട്ട വെച്ചൊരു ഉണ്ണീശോ വെച്ചാൽ ഇവിടെ ക്രിസ്മസ് ആകുമോ മക്കളെ? ഇല്ല. ഹല്ലേലൂയ. അവിടെ കേരളത്തിൽ ഈ കൊല്ലം ക്രിസ്മസ് ഉണ്ടാകാൻ പാടില്ല. അതെ, ഇനി ഞാൻ പറയുന്ന വ്യക്തികളാണ് നിങ്ങളോട്, എൻ്റെ മക്കളെ നിങ്ങൾക്കൊരു ക്രിസ്മസ് ഉണ്ടാകണം. ആ നടക്കുന്നതൊക്കെ അങ്ങ് വിട്ടുകൾ, അതൊക്കെ മരത്തിൻ്റെ അടിപിടിയാണ്. അതും തിരുസഭയിലേ അല്ല. തിരുസഭയ്ക്ക് അടിവെക്കാൻ പറ്റില്ല. തിരുസഭ കർത്താവിൻ്റെ
ശരീരം. ആ ശരീരത്തോട് ചേർന്നിരിക്കൂ എൻ്റെ മക്കളെ, ഈ എന്നെ കേൾക്കുന്ന, എങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈ ആകാശം, ഈ ആഘോഷം എന്താണ്? ഈ ഹൃദയത്തിൽ കിട്ടുന്ന ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ നിരാശയില്ല, വിഷാദമില്ല. തുടർന്ന് അനുരഞ്ജനം, സ്നേഹം, അവസാനത്തേത് സന്തോഷം. ഹല്ലേലൂയ. അതെ, അതാണല്ലോ മാലാഖമാർ പാടി പറഞ്ഞത് ആട്ടിടയന്മാരോട്, ലോകത്തിന് മുഴുവനുമായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്ക 2:10. ഹല്ലേലൂയ. ലോകത്തിൽ നഷ്ടപ്പെട്ട പൊയ്പോയ ഒന്നായിരുന്നു സന്തോഷം. അത് വീണ്ടും നൽകാൻ ഇതാ വരികയാണ് കർത്താവ്. അതാണ് ആഗമന കാലം. അപ്പോൾ സന്തോഷിക്കേണ്ട ഒരവസരം. ഈ സന്തോഷം ഇല്ലാത്ത എന്തുകൊണ്ട്? ഉപവസിക്കുന്ന എന്തുകൊണ്ട്? ഞാൻ ഉപവാസത്തിനെതിരാ പറയുന്നത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും മഞ്ഞാക്കളത്തിന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഉപവാസം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നോയമ്പ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ കണ്ട് കുറേ ഉപവസിച്ച് അല്ലെങ്കിൽ മുഖം വീർപ്പിച്ചിങ്ങനെ ഇരുന്നിട്ട് നോയമ്പാന്ന് പറഞ്ഞാൽ ആ നോയമ്പ് കാലം അതെ കർത്താവിൻ്റെ കാലമല്ല, അതല്ല. അതെ, മണവാളന ഈശോ എനിക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ അനുദപിച്ചുകൊണ്ട് കണ്ണീരോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ നല്ല കുമ്പസാരം. മാത്രമല്ല, എൻ്റെ ഭാര്യയോ ഭർത്താവുമായിട്ട് പിണങ്ങിയിരിക്കുന്നെങ്കിൽ ഇന്നും രണ്ടുപേരുടെ, ഞാൻ ഇന്ന് ഒത്തിരി പേരെ കണ്ടു, 2 ഭാര്യ ഭർത്താക്കന്മാരുടേത് മക്കൾ എന്നോട് പറഞ്ഞത്, അവരുടെ മുമ്പിൽ വെച്ചാൽ പറഞ്ഞ്, അച്ചാച്ചനും അമ്മച്ചിയും 2 മുറിയിലാണ് താമസിക്കുന്നത് അച്ഛാ, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ മേലാത്തത്, പഠിക്കുന്നെന്ന് പറഞ്ഞ് കിടന്ന് ബഹളമാണ്. അതിനെന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഡിവൈൻ പോർട്ടെ കൊണ്ടുപോയി, ഡൊമിനിക് അച്ഛനിലൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. മച്ചിപ്പശുവിനെ മാറ്റിക്കെട്ടിയ പെറുകയിലാ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ. അതെ, ഞാൻ പറയാൻ കാരണം, നിങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധം സ്നേഹമാകാതെ, അപ്പോഴും അമ്മോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ബെഡിൽ കിടക്കാതെ. അപ്പോൾ അച്ഛനാണോ ഇത് പറഞ്ഞത് ബെഡിൽ കിടക്കുന്നതിനെ പറ്റിയെന്ന്? ഹല്ലേലൂയ. അപ്പോൾ പിന്നെ അച്ഛൻ തലയിൽ നിന്ന് കൈവച്ച് ശിശു പ്രാർത്ഥിച്ചു വിടണം. ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല ഞാൻ ഇന്ന് യൂറോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ശക്തമായ വചനം, ഇരുതലേ മൂർച്ചയുള്ള വചനം പറയുന്നു. മാനസാന്തരങ്ങളാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഒരു പലരും ധ്യാനം ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാത്തതിൻ്റെ കാര്യം ഇവിടെ കൊടുത്തൊരു വിശേഷവുമില്ല. പറഞ്ഞു മഞ്ഞാക്കച്ചൻ്റെ പ്രസംഗം ഭയങ്കരമായിരുന്നു, എല്ലാവരും വെച്ചൻ്റെ അതിലും ഭയങ്കരം, കാഴ്ചൻ്റെ കേൾക്കേണ്ട പ്രസംഗമാണ്. ഇത് പറഞ്ഞങ്ങ് പോകുന്നല്ലാതെ ആർക്കും യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടുമുട്ടൽ ഇല്ല. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ധ്യാനത്തിൽ 5000 6000 ജന്മക്കാരായിരിക്കാം, അല്ലെങ്കിൽ സ്പെയിനിൽ ആയിരിക്കാം, ക്രൊയേഷ്യക്കാരായിരിക്കാം വരുന്നു. ആ ധ്യാനത്തിൽ ഒരു 50-60 വിവാഹിതർ വിവാഹമോചനം പ്രാപിച്ചവരായിരിക്കാം. എന്തിനു വരുന്നു? എങ്ങനെയോ കേട്ടു, തലവേദന പോയിക്കും, നടുവിനുവേദന പോയിക്കും, ആരോ പറഞ്ഞ്. മാത്രമല്ല, അത് അച്ഛൻ്റെ ധ്യാനം നല്ലതാണ്, നല്ല വചനം പറയും, അവിടെയൊക്കെ വചനം പറയുന്നവർ ആരുമില്ല, എന്തോ കേട്ടു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ധ്യാനത്തിലും 30-40, അതായത് കോടതിയിൽ വിവാഹമോചനം നേടിയ ദമ്പതികൾ മാനസാന്തരപ്പെട്ട് പരസ്പരം ക്ഷമ ചോദിച്ച് രഞ്ജിക്കപ്പെട്ട് കോടതിയിൽ ചെന്ന് അവരുടെ വിവാഹമോചനം അസാധുവാക്കുന്നു. ഹല്ലേലൂയ. കയ്യടിച്ച് കർത്താവിനെ സ്തുതിക്കും. നിങ്ങൾക്ക് എൻ്റെ വെബ് പേജ് അറിയാമെങ്കിൽ വെബ് പേജ് മറിച്ച് നോക്കിയാൽ സാക്ഷ്യങ്ങൾ എന്നും പറഞ്ഞ് കോളത്തിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ള, അടുത്ത നാളിലും ഒരു കർദിനാൾ, വിയന്നയിലെ കർദിനാൾ മാർപ്പാപ്പാടെയും അവിടെ സംഘത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു, അതെ, ഈ വളർന്നു വരുന്ന തലമുറയുടെ വിവാഹമോചനം നിർത്തണമെങ്കിൽ ഇപ്രകാരമുള്ള അനുരഞ്ജനവും സ്നേഹവും വചനത്തിലൂടെ ഉണ്ടാകണമെന്ന്. എന്നിട്ട് സാക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഇവിടെ പടങ്ങിയിരിക്കുന്ന ഒരാളെ രമ്യപ്പെടുത്താൻ ഒരച്ഛന് പറ്റില്ല, ഒരു ധ്യാനത്തിന് കഴിയുന്നില്ല. കാര്യശാമനല്ല, കാര്യശാമൻ്റെ 10 മടങ്ങ് വെച്ചാൽ പറ്റില്ല. എൻ്റെ പണക്കം ഞാൻ മാറ്റിയല്ല, അയാളുടെ കൂടെ ജീവിക്കാനോ? അയാളുടെ കൂടെ ഞാൻ ഈ കാര്യച്ഛൻ്റെ ഓരോ ദിവസവും വിവാഹ ദമ്പതികൾക്കുള്ള ഉപദേശങ്ങൾ ഞാൻ കേൾക്കുകയായിരുന്നു. എന്തിനാ ഈ വനരോധനം? പാവം ഏത് മലയാളിയാണിത് കേട്ടിട്ട് ആ വചനത്താൽ നിന്ന് മുറിയപ്പെടുന്നത്, ഒന്ന് രമ്യപ്പെടാൻ നോക്കുന്നത്? എന്നിട്ടും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കും. അയ്യോ, പിടിയും കോഴിയൊക്കെ വെച്ച് കള്ളും കുടിക്കും. ഹല്ലേലൂയ. ക്രിസ്മസ് അല്ലേ? ഈ തീറ്റയും കുടിയൊക്കെ എന്ന് നിർത്തും. നമുക്ക് ഹൃദയത്തിലെ ആനന്ദത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് മക്കളെ കടന്നു വരേണ്ടത്.